സന്ധ്യാസമയത്ത് വേദങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു സാധാരണക്കാരിയായിരുന്നു അവൾ. അവളെ നമുക്ക് തൽക്കാലം രുദ്ര എന്ന് വിളിക്കാം. അവൾ പൂർണ്ണ ഗർഭിണി ആയിരുന്ന നേരത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയി. അവരാകട്ടെ ജോലി ട്രാൻസ്ഫറായി പുതിയ സ്ഥലത്തോട്ട് മാറി താമസിച്ചതാണ്. വെറും ആഴ്ചകൾ മാത്രം പരിചയമുള്ള നാടും ചുറ്റുപാടും. ഒന്നും അറിയാത്ത നമ്മുടെ രുദ്ര ആ വാടക വീട്ടിൽ താമസത്തിന് വന്നു. പകൽ സമയം അവൾ ഒറ്റയ്ക്കിരുന്നു. ചുറ്റിനും മിണ്ടാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജനാലക്കരികിൽ പുറത്തെ കാഴ്ചകൾ കാണാൻ അവൾ കണ്ണും നട്ടിരുന്നു. പതിവ് തെറ്റിച്ച് അവളുടെ മുൻപിൽ ഒരു പെൺകുട്ടി വന്നു നിന്നു. അവളാകട്ടെ മുടിയെല്ലാം കഴുത്തിനൊപ്പം വെട്ടി ഒരു സുന്ദരി കുട്ടിയായിരുന്നു. രുദ്രയെ തുറിച്ചു നോക്കി അവൾ കുറച്ചു നേരം ജനലിനപ്പുറം നിന്നു. പെട്ടെന്നു തന്നെ അപ്രത്യക്ഷമായി പോയി. രുദ്രക്ക് പൊടുന്നനെ ഒരു ഞെട്ടൽ ആയിരുന്നു അത്. അവൾ പുറത്താകെ നോക്കിയെങ്കിലും പിന്നീട് കാണാനായില്ല. വീട്ടുകാർ തിരിച്ചു വന്നപ്പോൾ അവൾ അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. അവരാരും അങ്ങനെ ഒരാളെ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല എന്നായിരുന്നു മറുപടി. അതിനുശേഷം നാട്ടിലുള്ള ഒരാളോട് ഈ സമാനതകളുള്ള കുട്ടിയെക്കുറിച്ച് വിളിച്ചന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു എന്ന വിവരം. രുദ്രയ്ക്ക് മനസ്സിൽ വല്ലാതെ ഭീതി വന്നുകൊണ്ടിരുന്നു. ഇനിയും ആ കുട്ടി അവളെ പിന്തുടരുമോ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. നിറഗർഭിണിയായ അവളെ തനിച്ചാക്കാൻ ബന്ധുക്കൾക്കും ഭയമായി തുടങ്ങി. ഉടനെ അവൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് ബുദ്ധി ഉറക്കുന്ന പ്രായത്തിലാണ് അവൾക്ക് മനസ്സിലായത് ആ കുഞ്ഞിന്റെ ദൃഷ്ടിക്ക് തകരാറുള്ള വിവരം. പൂർണ്ണ ഗർഭിണിയായ നാളിൽ അവൾക്കുണ്ടായ ആ ഒരു ഭയാനക അനുഭവമാണ് ഇതിനു കാരണമെന്ന് അവൾ ഇന്നും വിശ്വസിക്കുന്നു. പിന്നീട് ഒരിക്കലും അവൾ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ എന്തിനാണ് അന്നവൾ ആ ജനാലക്കരികിൽ രുദ്രയുടെ മുൻപിൽ വന്നതെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും രുദ്രയോട് പറയാനുണ്ടാകുമോ? താൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ആരോടെങ്കിലും അവൾക്ക് പറയാനുണ്ടാകുമോ?